തൃശൂർ ദേശീയപാതയിൽ വലിയ ഗതാഗത കുരുക്കാണ്. മുടിക്കോട് മുതൽ പീച്ചി റോഡ് ജംഗ്ഷൻ വരെ ഈ കുരുക്ക് നീളുകയാണ്. രാവിലെ 4:30 തുടങ്ങിയ ഗതാഗത കുരുക്ക് ഇപ്പോഴും തുടരുകയാണ്. നമുക്ക് ആംബുലൻസിന് പോലും കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. നമ്മൾ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മഴയും ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ട്. ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നു. ശ്യാം, എന്താണ് ഇതിനൊരു പരിഹാരം? അതായത് ഈ മുടിക്കോട് സർവീസ് റോഡ് ഇപ്പോൾ നിർമ്മാണം നടക്കുകയാണ്. ഈ സർവീസ് റോഡ് നിർമ്മാണം നടക്കുന്നതുകൊണ്ടാണ് ഈ ബ്ലോക്ക് ഇങ്ങനെ ശക്തമായിട്ടുള്ളത്. അത് ഇന്ന് പുലർച്ചെ 4:30 മുതൽ വലിയ തരത്തിലുള്ള ബ്ലോക്കായിരുന്നു. രാവിലെ 10:30 ഈ ബ്ലോക്ക് കുരുക്ക് ഒന്ന് അഴിഞ്ഞത്. കാരണം ഈ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതിനിടയിൽ ഈ വാഹനങ്ങൾ അമിതമായിട്ടെത്തുകയും പിന്നീട് ഈ വാഹനങ്ങളെ വഴിതിരിച്ചു വിടാൻ പറ്റാത്ത ഒരു സാഹചര്യവുമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ആംബുലൻസിന് പോലും പോകാൻ പറ്റാത്ത വലിയ തോതിലുള്ള ഗതാഗത കുരുക്കാണ് നമുക്ക് അനുഭവപ്പെട്ടത്. ഇപ്പോഴും നമുക്ക് കാണാം ഈ സർവീസ് റോഡിൽ നിർമ്മാണ പ്രവൃത്തി നടക്കുകയാണ്. അതിനാൽ തന്നെ നിരവധിയായിട്ടുള്ള വണ്ടികൾ വരുന്നുണ്ട്. ആ വണ്ടികൾ വിടുന്നതിന് പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ മണിക്കൂറുകൾ ബ്ലോക്ക് ഉണ്ടാകേണ്ടി വന്നത്. രാവിലെ തൃശ്ശൂരിലേക്കുള്ള ഭാഗത്തേക്കായിരുന്നു ബ്ലോക്ക്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ പാലക്കാട്ടേക്ക് പോകുന്ന ആ പ്രദേശത്താണ് ഇപ്പോൾ ഈ രണ്ട് സൈഡിലും നിർമ്മാണ പ്രവൃത്തി ഒരേ സമയം നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞിരുന്നു, അതായത് ഹൈക്കോടതി പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഈ റോഡിൻ്റെ, അതായത് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടത്തിയ ശേഷം മാത്രമേ ടോൾ വാങ്ങാവൂ എന്നതായിരുന്നു. എന്നാൽ ഇതേ തുടർന്നാണ് ഈ നിർമ്മാണ പ്രവർത്തനവും മറ്റുമൊക്കെ നടക്കുന്നത്. ചേട്ടാ, ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ട്? വളരെ മോശമാണ്. ഇവിടുത്തെ റോഡ് ഇവിടെ മാത്രമല്ല, ഇപ്പം നമ്മളിപ്പോൾ പാലിയേക്കര ടോളും ആ ഭാഗത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആമ്പല്ലൂർ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വളരെ മോശമായിട്ട് റോഡ് കിടക്കുന്നത്. ടോൾ മേടിക്കാനും ഇതിനൊന്നും ഒരു ബുദ്ധിമുട്ട് ഇവർക്കില്ല. റോഡ് നന്നാക്കിയിട്ട് ടോൾ മേടിക്കാൻ പറയാം, അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ബ്ലോക്ക് തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളുമൊക്കെ പറയുന്നത്. കാരണം അത്രയേറെ ബുദ്ധിമുട്ടിയാണ് ഈ യാത്ര. നമുക്കറിയാം, ഓണക്കാലം കൂടിയാണ്. ഈ ഓണക്കാലമൊക്കെ ആയതിനാൽ തന്നെ ഒരുപാട് ആളുകൾ ഈ ടൗണിലേക്കും മറ്റുമൊക്കെ വരുന്നതാണ്. പക്ഷേ ഈ വാഹന ബ്ലോക്കിലൂടെ മണിക്കൂറുകൾ കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇവിടെ ഈ സർവീസ് റോഡിൽ ഇപ്പോഴും നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സമയം ഒരു ഉച്ച സമയമായതിനാൽ തന്നെയാണ് വലിയ ബ്ലോക്ക് ഇപ്പോൾ അനുഭവപ്പെടാത്തത്. എങ്കിൽ പോലും വലിയ തോതിൽ വാഹനങ്ങൾ പുറകിലേക്ക് നോക്കിയാൽ ക്യൂ ആയിട്ട് വരിയായിട്ട് നിൽക്കുന്നത് കാണാം. ഇത് തൊട്ടപ്പുറത്തെ സൈഡിലും ഇതേപോലെ സമാന സാഹചര്യമാണുള്ളത്. ഈ തൃശ്ശൂർ പാലക്കാട് റൂട്ട് വളരെ ക്ലേശകരമായ യാത്ര എന്ന് തന്നെ വേണം പറയാൻ. അത്രയേറെ ബുദ്ധിമുട്ടി യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്. കാരണം ഈ മഴ മാറിക്കഴിഞ്ഞാൽ വെയിലൊന്ന് കനത്താൽ വലിയ തോതിൽ പൊടി പോലും അടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ അത്രയേറെ ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത്. നമുക്ക് തൊട്ടപ്പുറത്ത് കാണാം, ഒരു KSRTC വരുന്നു. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു ഒരു ലോറി, അത് തമ്മിൽ ഒരു തർക്കം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വലിയ പ്രശ്നമാണ് ഇവിടെയൊക്കെ ഉണ്ടാകുന്നത്. എങ്ങനെയാണ് റോഡ്? ഫുൾ ഡാമേജ്. നൈറ്റ് എല്ലാം 2 hours 1 hours ഫുൾ ലേറ്റ്. അദ്ദേഹം 2-3 മണിക്കൂറോളം ഇവിടെ ഇങ്ങനെ കിടക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഈ റോഡിനെ കുറിച്ച് വളരെ മോശപ്പെട്ട ഒരു അഭിപ്രായം തന്നെയാണ് ഈ പുറത്തു നിന്ന് വരുന്ന ആളുകൾക്ക് പോലും ഉള്ളത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. കാരണം ഈ വാഹനങ്ങൾ വന്ന് കുന്നുകൂടി നിൽക്കുന്ന ഒരു അവസ്ഥ, അങ്ങനെ തന്നെ വേണം പറയാൻ. കാരണം ഈ ചെറിയ റോഡിൽ ഇത്രയധികം വാഹനങ്ങൾ വരുന്നു. ഈ റോഡ്, അതിനിടയിൽ റോഡ് നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും നിലവിലിപ്പോൾ ബ്ലോക്ക് അത്യാവശ്യം കുരുക്ക് അഴിഞ്ഞിട്ടുണ്ട്. പുലർച്ചെ 4:30 വലിയ തോതിലുള്ള ബ്ലോക്കായിരുന്നു എന്നാണ്. ആംബുലൻസിന് പോലും പോകാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. ആ ഘട്ടത്തിൽ മഴയും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത്. ശരി, ശ്യാം പ്രസാദ് ഉത്തമനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ മഴയൊന്നും മാറി നിൽക്കുന്നുണ്ട്. അതൊരു ചെറിയൊരു ആശ്വാസമാണ്. ഈ സർവീസ് റോഡ് തകർന്നു കിടക്കുന്നതാണ് ഇത്രയും വലിയ ഗതാഗത കുരുക്കിന് കാരണം. അത് ശനിയാഴ്ച കൂടിയാണ്, അവധി ദിവസമാണ്. ഓണവുമായും ബന്ധപ്പെട്ടൊക്കെ സ്വാഭാവികമായും ആളുകൾ കൂടുതൽ പുറത്തേക്ക് ഇറങ്ങുന്ന, ഒരു കുടുംബസമേതം പുറത്തേക്ക് ഇറക്കുന്ന സമയം കൂടിയാണ്. അവിടെയാണ് ഇത്രയധികം ഗതാഗത കുരുക്ക്. മണിക്കൂറുകളായി ഈ കുരുക്കിൽ കെട്ടിക്കിടക്കുകയാണ് മനുഷ്യർ.